ഇന്ന് നമുക്കൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെൽത്തി ഡ്രിങ്കാണ്. ഞാനിവിടെ 3 ഇൻഗ്രീഡിയൻസേ യൂസ് ചെയ്യുന്നുള്ളൂ. ലെമൺ, ക്യാരറ്റ് ആൻഡ് ആപ്പിൾ. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ 3 ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ ഫൈബർ റിച്ചും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെയുള്ള ഐറ്റംസാണ് അല്ലേ. നമ്മൾ മാക്സിമം നമ്മുടെ ഫുഡിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ഡ്രിങ്കും ഭയങ്കരമായിട്ടും ഫൈബർ റിച്ചും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം ഉള്ളൊരു ഡ്രിങ്കാണ്. അതുകൂടാതെ നമുക്ക് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. ഇതിപ്പം വീക്കിൽ ഒരു ട്വൈസ് ഇൻ എ വീക്കൊക്കെ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. എല്ലാ ദിവസവും ഒന്നും കുടിക്കണമെന്നില്ല. ഒരു 2 ടൈംസൊക്കെ ഒരു വീക്കിൽ കുടിക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു സ്ലൈസ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ദെൻ ക്യാരറ്റ്, ലെമൺ. അപ്പോൾ ലെമൺ ഹാഫ് ലെമൺ മതി കേട്ടോ. കട്ട് ചെയ്യുക, ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുക. ദെൻ ഞാൻ ലെമൺ ഇവിടെ സ്ക്യൂസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഫിൽറ്റർ ചെയ്യാതെ കുടിക്കുന്നതായിരിക്കും നല്ലത്. ഫിൽറ്റർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫൈബർ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടും. ഫിൽറ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഫൈബേഴ്സ് എല്ലാം നമ്മൾ ഫിൽറ്റർ ചെയ്ത് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഫിൽറ്റർ ചെയ്യാതെ കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ ഞാൻ പിന്നെ ഒരു ചെറിയൊരു സ്പൂൺ ഹണി കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഹണി ഓപ്ഷനിലാണ് കേട്ടോ. ഹണി വേണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലർക്ക് ഒരു മധുരം ഇല്ലാതെ ചിലപ്പോൾ പറ്റില്ലായിരിക്കും. ചെറിയൊരു സ്വീറ്റ്നെസ് വേണമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കുടിക്കുന്നതാണ് നല്ലത്. ആപ്പിളിൻ്റെ ഒരു മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില ക്യാരറ്റ്സ് നല്ല മധുരമുള്ള ക്യാരറ്റ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. ഒരു വീക്കിൽ ഒരു 2 ടൈംസ് ഒന്ന് കുടിച്ച് നോക്കുക. നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. ഡു സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.